ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ഈ കാണുന്ന ആഡംബരങ്ങളും ഈ ബഹളങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായാലോ? പട്ടുമെത്തയിൽ ഉറങ്ങുന്ന നമ്മളെ നാളെ 6 അടി മണ്ണിലെ ആ ചെറിയ മുറിയിലേക്ക് വെക്കുമ്പോൾ കൂടെ വരാൻ ആരുണ്ടാകും? നമ്മുടെ വീട് മാറും, വസ്ത്രം മാറും, നമ്മുടെ പേര് പോലും അന്ന് മയ്യത്ത് എന്നായി മാറും. ആ ഇരുട്ടറയിൽ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ്. നമ്മൾ ഇന്ന് കണ്ടില്ലെന്ന് നടിക്കുന്ന നിസ്കാരവും നമ്മൾ ചെയ്ത നന്മകളും മാത്രമായിരിക്കും അന്ന് നമുക്ക് വെളിച്ചമായി വരിക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബർ ഒന്നുകിൽ സ്വർഗപ്പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകക്കുഴികളിൽപ്പെട്ട ഒരു കുഴിയായിരിക്കും. ദുനിയാവിന് വേണ്ടി ഓടുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ വീടിനെ മറന്നു പോകുന്നുണ്ടോ? അവിടെ രാജാവെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ മണ്ണ്, ഒരേ കഫൻ പുടവ. നമ്മുടെ ബാങ്ക് ബാലൻസോ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളോ അന്ന് നമ്മളെ സഹായിക്കില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, പേടിപ്പിക്കാനല്ല ഇത് പറയുന്നത്. വൈകിയിട്ടില്ല. നമ്മുടെ ശ്വാസം ഇപ്പോഴും നിലച്ചിട്ടില്ലല്ലോ. അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്കിനിയും സമയമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ചെയ്യുന്ന ഒരു സുജൂദ് മതി നമ്മുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കാൻ. മരണത്തെ ഓർക്കുന്നത് മനസ്സിനെ ശുദ്ധിയാക്കാനാണ്. പടച്ചവനെ ഭയന്ന് നമ്മൾ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആ 6 അടി മണ്ണിൽ നമുക്ക് തണലായി മാറും. നമുക്ക് നമ്മുടെ യഥാർത്ഥ വീട് മനോഹരമായി പണിതു തുടങ്ങാം ഇന്നു മുതൽ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ നീ സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റണമേ. അവസാന ശ്വാസം നിന്റെ തൃപ്തിയിലായി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.